ഇങ്ങനെ ഒരു ചാക്കിൽ നട്ടാൽ മതി, നമുക്ക് പിന്നെ എന്നും ചീര കിട്ടും. ഇത് വളരെ ലൈറ്റ് വെയ്റ്റാണ്, നമുക്ക് ആർക്ക് ഈസി ആയിട്ട് പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. കാരണം ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ആ കരികലകളെല്ലാമാണ് കൂടുതൽ. ഇതെല്ലാം സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് ഇനി മുകളിൽ കൂടെ മണ്ണിട്ട് കൊടുത്താൽ മതി. ഒരു ചാക്ക് വെക്കാനുള്ള സ്ഥലമുണ്ടോ? അത്രമാത്രം മതി. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര നമുക്ക് ആദ്യം തന്നെ നട്ടുണ്ടാക്കാം. അപ്പോൾ ഈ ചാക്കിനെ നമുക്കൊന്ന് പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ എടുക്കുക. അതിനുശേഷം നല്ലപോലെ അങ്ങ് കൂട്ടിക്കെട്ടുക. മണ്ണിട്ടിട്ട് ഇതിനെ നമ്മളിവിടെ സ്റ്റഡിയാക്കി വെക്കണം. നിറച്ച് കരികല എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. ചാരം നമ്മുടെ ചാക്ക് ഫില്ല് ചെയ്ത് ഇതേ മുക്കാ പോർഷനോളുമായി. പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റിലാകും, താഴേക്ക് പോകും. കാരണം ഇതിനകത്ത് കിടക്കുന്നത് മുഴുവനും ഉണങ്ങിയ കരികലയും ഉണങ്ങിയ പുല്ലും ഒക്കെയാണ്. ഏറ്റവും മുകളിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ടു. ഇനിയും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ചാക്കാവുമ്പം നമുക്ക് എന്നും ചീര കാണാം. ഇതാണേ ഇപ്പം നമ്മൾ നട്ടെടുത്ത നമ്മുടെ ചാക്കിനകത്തെ ചീര. ഇതെല്ലാം പിടിച്ചു വന്നു കഴിയുമ്പം നിറഞ്ഞു നിന്നോളും. എത്ര ചോട് നമ്മൾ നട്ടോ അത്രയും ചോട് ഇതുണ്ടായിക്കോളും. എല്ലാ സൈഡിലും നമ്മൾ ചാക്ക് തുളച്ചിട്ട് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുക. മുകളിലും നമ്മൾ ധാരാളം നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പൊങ്ങി വന്നോളും. എത്ര സ്ഥലമില്ലാത്തവർക്കും ഇങ്ങനൊരു ചാക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, ഇതുപോലെ ചീര വളർത്തിയെടുക്കാം. അപ്പോൾ വീട്ടിലെന്ന് ഇലക്കറികൾക്ക് നമുക്കൊരു പരിഹാരവും ആകും. ഈ നടുക്ക് വെച്ചിരിക്കുന്ന പൈപ്പ് വഴി നമുക്ക് വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും കിട്ടും. ഇത് നമ്മൾ നേരത്തെ നട്ടുവെച്ചിരിക്കുന്ന ചീരയാണ്. ഇത് പലതവണ ഇതിനകത്ത് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, ഇവിടെ ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പിനകത്താണ് നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുന്നത്. ചാക്കിലെ മാത്രമാണ് ഇത്രയേറെ ചീര നമ്മൾ നട്ടു വളർത്തിയിരിക്കുന്നത്.